ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ലോകത്തെ ഏറ്റവും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് എന്ന് പറയുന്നത് പാരൻസിൻ്റെ ആണെന്ന്. നമുക്ക് ലവിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേ ആണ് ഒരു വ്യക്തിയെ അയാളായി എക്സിസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുക എന്ന് പറയുന്നത്. അയാളുടെ ഒപ്പീനിയൻസിനെ, അയാളുടെ ഇഷ്ടങ്ങളെ, അയാളുടെ ഡിസിഷൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത് പറയും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബോധർ ചെയ്ത് കുട്ടികളുടെ പല തീരുമാനങ്ങളോടും ഇഷ്ടങ്ങളോടും നോ പറയുന്ന പാരൻസ് ആണ് കൂടുതലും ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് എല്ലാ പാരൻസിന്റെ ലവും അൺകണ്ടീഷണൽ ആണെന്ന് പറയാൻ സാധിക്കുന്നത്? സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വെൻ ലവ് ഹേർട്സ്, ദ ഇമോഷണൽ അബ്യൂസ് ഹിഡൻ ഇൻ പാരന്റിങ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഈ ഇമോഷണൽ അബ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ്, സെൽഫ് വർത്ത്, ഇമോഷണൽ സേഫ്റ്റി, ഇതിനെല്ലാം ഡാമേജ് ചെയ്യിക്കുന്ന രീതിയിലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ, അത് ആരിൽ നിന്നും ആവാം. പാരൻസിൽ നിന്നാവാം, അല്ലെങ്കിൽ പാർട്ട്ണറിൽ നിന്നാവാം, ഫ്രണ്ട്സിൽ നിന്ന്, ആരിൽ നിന്നും ആവാം. അങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറിനെയാണ് നമ്മൾ ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു എക്സാമ്പിളിലൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് പാരൻറ്റിങ്ങിൻ്റെ കേസ് തന്നെ എടുക്കാം. ഇപ്പം ഒരു ഹൈറ്റ് കുറച്ച് കുറവുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പം ആ കുട്ടിക്ക് മേ ബി ആ ഹൈറ്റ് കുറവുള്ളത് ഒരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ പാരൻസ് പല രീതിയിൽ പല ടൈമിലായിട്ട് കുട്ടിയോട് പറയുന്നു, കുട്ടീനെ കമ്പയർ ചെയ്യുന്നു വേറൊരു കുട്ടിയെ വെച്ചിട്ട്. ഇപ്പോൾ അതിൻ്റെ സിബ്ലിങ്ങിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ കസിൻസിനെ ആരെങ്കിലും വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നു, അവരെക്കാളും നീ ഹൈറ്റ് കുറവാണ്, അതുപോലെ അവരെ കളിയാക്കുന്നു. ഇപ്പോൾ പാരൻസിൻ്റെ കേസ് എടുക്കുമ്പോൾ അവർ ജസ്റ്റ് ഒരു തമാശയായിട്ടോ ഫണ്ണായിട്ടൊക്കെ ആയിരിക്കും ഇതിനെ കാണുന്നത്. പക്ഷെ ആ രീതിയിൽ ഈ കുട്ടി ഹൈറ്റ് കുറവാണ് എന്നുള്ളത് ഈ കുട്ടിയിൽ ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് പല തവണകളായിട്ട് ചെയ്യുമ്പോൾ അത് ഉറപ്പായും ഈ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസിനെ ഡാമേജ് ചെയ്യിക്കും. ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇത് ജസ്റ്റ് ഒരു ഹൈറ്റ് കുറവ് എന്നുള്ളൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്നുള്ളൂ. ഇതിൽ പല എക്സാമ്പിൾസും വരുന്നുണ്ട്. ഇപ്പം കളറിൻ്റെ പേരിൽ, അതുപോലെ നമുക്ക് പലർക്കും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകളാണ് ഉണ്ടാവുക. ചിലർക്ക് പഠിക്കാൻ, ചിലർക്ക് പാടാൻ. അതിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ ഇമോഷണൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പിന്നെ ഇതിലൊരു സാഡ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരൻസ് ബിലീവ് ചെയ്യുന്നത്, അവർ വിചാരിക്കുന്നത് നമ്മൾ കുട്ടികളെ കമ്പയർ ചെയ്യുന്നതും അതേപോലെ കുട്ടികളെ ഓരോന്ന് ചീത്ത പറയുന്നതും അവരെ ഇത്തരത്തിൽ ഇമോഷണൽ അബ്യൂസ് ചെയ്യുന്നതൊക്കെ അവരുടെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. പക്ഷെ അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ഇമോഷൻസിനെ നമ്മൾ ഡാമേജ് ചെയ്യിക്കാമെന്ന് ഒരിക്കലും പാരൻസ് റിയലൈസ് ചെയ്യുന്നില്ല. പിന്നെ പലപ്പോഴും ഈ ഒരു ഇമോഷണൽ അബ്യൂസിനെ നോർമലൈസ് ചെയ്യപ്പെടാറുണ്ട്. ഇത് അവർക്ക് ഡിസിപ്ലിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, പാരൻസിന് അവരോടുള്ള കെയർ ആണ്, അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള ടേംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇമോഷണൽ അബ്യൂസിനെ നോർമലൈസ് ചെയ്യപ്പെടാറുമുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാരന്റിങ്ങിൽ അവർ ചെയ്യുന്ന കുറച്ച് ഇമോഷണൽ അബ്യൂസിന്റെ കോമൺ ആയിട്ടുള്ള ഫോംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് കോൺസ്റ്റന്റ് കമ്പാരിസൺ. നമ്മൾ നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യാം. നമ്മുടെ കുട്ടികളെ അവരുടെ സിബ്ലിങ്സ് ആയിട്ടും കസിൻസ് ആയിട്ടും നെയ്ബേഴ്സ് ആയിട്ടും ക്ലാസ്മേറ്റ്സ് ആയിട്ടും ഒക്കെ കമ്പയർ ചെയ്യാറുണ്ട്. ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. നമ്മൾ ഇവരെ കമ്പയർ ചെയ്യുന്നതിലൂടെ എന്താണ് ഇവരുടെ ഇമോഷൻസിന് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മളിങ്ങനെ കമ്പയറിങ് ചെയ്യുന്ന സമയത്ത് എല്ലാ പാരൻസും അവരോട് പറയുന്നത്, നീ എന്താണ് അവരെ പോലെ ആവാത്തത്, അവർക്കിതുണ്ടല്ലോ, നിനക്ക് എന്താണ് ഇതില്ലാത്തത്, ഈ രീതിയിലുള്ള ടോക്കാണ് നമ്മൾ അവരോട് ചെയ്യുന്നത്. അതായത് അവർക്ക് എന്തോ കുറവുണ്ട്, നമ്മൾ കമ്പയർ ചെയ്യുന്ന കുട്ടിക്ക് എന്തോ കൂടുതലുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് ഒന്നാമത്തെ കാര്യം ജലസയാണ്. അതായത് ആ കുട്ടിയോട് നമ്മുടെ പാരൻസ്, നമ്മൾ ചെറിയ കുട്ടികളോടാണ് പറയുന്നതെങ്കിൽ നമ്മുടെ പാരൻസ് നമ്മളേക്കാൾ കൂടുതൽ അവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നല്. അപ്പോൾ അവരോട് നമുക്കൊരു ജലസി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാവും. ഞാൻ നല്ലതല്ല, അല്ലെങ്കിൽ എനിക്കൊരു കഴിവുമില്ല. അത് ഈ കുട്ടികൾ തന്നെ അവരുടെ ഉള്ളിൽ പറഞ്ഞ് പഠിപ്പിച്ച് ഒരു സെൽഫ് ഡൗട്ട് അവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്. അവർക്ക് അവർ ചെയ്യുന്ന ഒരു കാര്യത്തിലും അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. എപ്പോഴും മറ്റുള്ളവരെ പോലെ ആവാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. മേ ബി ഇപ്പം നമ്മളൊരു പഠിത്തത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ കുട്ടി നിന്നേക്കാൾ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. മേ ബി ഈ കുട്ടിക്ക് നന്നായിട്ട് പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ ഈ കുട്ടി ആ പാട്ട് പാടാനുള്ള കഴിവിൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ പകരം ഈ കുട്ടിക്ക് പഠിക്കണം,
അത് വെച്ചിട്ടാണല്ലോ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും. അത് ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെയും കോൺഫിഡൻസിനൊക്കെ വളരെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ എഫക്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് കളർ ഡിസ്ക്രിമിനേഷൻ. നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർ അല്ലെങ്കിൽ ലൈറ്റർ സ്കിൻ ടോൺ ഉള്ളവരാണ് കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർ കാണാൻ ഭംഗിയില്ലാത്തവരാണെന്ന്. അപ്പോൾ നമ്മൾ ആ രീതിയിലും കുട്ടികളെ കമ്പയർ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ കുളിപ്പിക്കുന്ന സമയത്താണെങ്കിലും അതേപോലെ തന്നെ അവരൊന്നിച്ച് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ കളിക്കുന്ന സമയത്ത് നീ അവളുടെ പോലെ കളർ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് വെളുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സാധനങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിനക്ക് നല്ല കല്യാണം വരില്ല, നീ വെളുത്തില്ലെങ്കിൽ നിനക്ക് കല്യാണം വരില്ല, അങ്ങനെ മാരേജിൻ്റെ കാര്യമൊക്കെ വെച്ച് ഈ കളറിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പാരൻസ് തന്നെ പല ആളുകളും കുട്ടികളെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് ഒരു ഇൻസെക്യൂരിറ്റി ആണ്. അവർക്ക് ആ കളർ ഉള്ളത് കൊണ്ട്, മീൻസ് അങ്ങനത്തെ ഒരു കളർ അവർ വന്നത് അവരുടെ കുറ്റം കൊണ്ടോ, അല്ലെങ്കിൽ ഈ കളർ എന്ന് പറയുന്നത് ഒരു ഭംഗിയില്ലാത്ത സംഭവമൊന്നും അല്ല ഡാർക്ക് സ്കിൻ ടോൺ എന്ന് പറയുന്നത്. പക്ഷെ ഈ രീതിയിൽ നമ്മൾ പാരൻസ് തന്നെ ഇങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് അവരുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും, അവരുടെ കോൺഫിഡൻസിനെ കുറയ്ക്കും. മേ ബി അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ കഴിവുള്ള കാലിബർ ഉള്ള കുട്ടികളായിരിക്കും. പക്ഷെ നമ്മളുടെ ഇത്തരത്തിലുള്ള ബിഹേവിയർ കാരണം ആ കുട്ടിയെ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ലോസ്റ്റിലേക്ക് തള്ളിവിടും എന്നുള്ളതാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് റെസ്പെക്ട് ദെയർ ഡിസിഷൻസ്. നമ്മൾ പലപ്പോഴും ഈ പാരൻസിന്റെ കേസ് എടുക്കുമ്പോൾ അവർ കുട്ടികളുടെ ഡിസിഷൻസിനെ പല ആളുകളും റെസ്പെക്ട് ചെയ്യാറില്ല. കുട്ടികളെന്ന് പറയുന്നത് ഒരു ടീനേജേഴ്സിനെയാണ്. അതായത് നമ്മളിപ്പോൾ 10th കഴിയുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ +2 കഴിയുന്ന ഒരു കുട്ടി, ഡിഗ്രി കഴിയുന്ന ഒരു കുട്ടി, ഇവർക്കൊക്കെ അവർക്ക് എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർക്കൊരു ധാരണ ഉണ്ടാവും. പക്ഷെ ഇവർ കുട്ടികളാണ്, ഇവരെടുക്കുന്ന ഡിസിഷൻ തെറ്റായി പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനും അങ്ങനെയൊക്കെ വിടും. പക്ഷെ അത് അവരുടെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാതെ ഇരിക്കുകയാണെന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ഈവൻ നമ്മൾ മാരേജിന്റെ കേസിൽ പോലും അവരുടെ ഇഷ്ടങ്ങൾ നോക്കാതെ നമ്മുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷെ അവർക്ക് ആ ഡിസിഷൻ എടുക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടെന്നും അവർക്ക് അതിനുള്ള പ്രായമായിട്ടുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻവാലിഡേറ്റിംഗ് ഫീലിങ്സ്. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ കരയുന്ന കാണുമ്പോൾ നമ്മൾ പറയാം അവർ വെറുതെ കരയാണ്, അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ നമ്മൾ അതിനൊരു ഫണ്ണായിട്ട് ആ രീതിയിലാണ് എടുക്കുക. പക്ഷേ ഈ ഫീലിങ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു കുട്ടി കരയുന്ന, ഇപ്പോൾ ഒരു ടീനേജർ ചെറിയ എന്തെങ്കിലും ഒരു കാര്യത്തിനാണെങ്കിൽ പോലും അവർ കരയുന്ന സമയത്ത്, ഇപ്പം ബോയ്സിനോടാണെങ്കിൽ നമ്മൾ പറയും ആൺകുട്ടികൾ കരയാൻ പാടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഗേൾസ് തന്നെ കരയാണെങ്കിൽ പറയും നീ എന്തിനാ ഇങ്ങനെ ചെറിയ കാര്യത്തിന് കരയുന്നത്, അങ്ങനെ പറയും. ഇപ്പോൾ ഏതൊരാളാണെങ്കിലും അവർ കരയുന്നത് അവർക്ക് അവരുടെ മനസ്സ് അത്രയും വേദനിച്ചുകൊണ്ടാണെന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അവർക്കത് വിഷമമായിട്ടുണ്ട്, അപ്പോൾ അവരെ കരയാൻ അനുവദിക്കുക. അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരം അവരിങ്ങനെ നീ വെറുതെ കരയാണ്, അല്ലെങ്കിൽ നീ അഭിനയിക്കുകയാണ്, ആക്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ തളർത്താൻ നമ്മൾ പോവാണ്ടിരിക്കുക. ഈ ലോകത്ത് എല്ലാവരുടെയും ഫീലിങ്സ് ഒരുപോലെ തന്നെയാണ്. അത് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരിക്കും. ചില ആളുകൾ ചെറിയ കാരണത്തിന് കരയുന്നവരുണ്ടാവും, വലിയ കാരണത്തിന് കരയുന്നവരുണ്ടാവും, കരയാതെ ഇരിക്കുന്നവരുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും എല്ലാവരുടെ ഫീലിങ്സിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കുക. ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് കണ്ടീഷണൽ ലവ്. ചില പാരൻസ് ചെയ്യാറുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടാവുകയാണ്. അതായത് ഇപ്പൊ അവർ എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, അവരോട് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുക, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അവർക്ക് എന്തെങ്കിലും ഫെയിലിയറോ, ഇപ്പൊ അവർ എക്സാമിന് ഒരു പേപ്പറിൽ ഫെയിലായി പോയി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെ അടിക്കുക, ഉപദ്രവിക്കുക, അവരെ ചീത്ത പറയുക, അവരെ ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ ലവ് എന്ന് പറയുക. അതായത് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം അവരോട് ആ ഒരു ലവ് എക്സ്പ്രസ് ചെയ്യും. മോശമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയേഴ്സോ കാര്യങ്ങളോ സംഭവിക്കുന്ന സമയത്ത് അവരെ ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബിഹേവിയർ. ഇത് പല പാരൻസിനും വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി എന്ന് പറയുന്നത് അവരുടെ മോശ സമയത്തും നല്ല സമയത്തും നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. നമ്മുടെ ലവ് ചിലപ്പം നല്ല സമയത്തിനേക്കാൾ കൂടുതൽ അവർക്ക് ആവശ്യം ഉണ്ടാവുക അവർ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും. ഇപ്പോൾ ഒരു പേപ്പറിൽ ഫെയിൽ ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ ഫെയിൽ ആവുക എന്നൊക്കെ പറയുന്നത് അത് നമ്മളെക്കാൾ കൂടുതൽ അതിന് എഫേർട്ട് ഇട്ടിട്ടുള്ള അവർക്കായിരിക്കും നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളും കൂടി അവരെ ഇങ്ങനെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുക, അവരെയും കൊണ്ട് ഒന്നിനും കൊള്ളില്ല ആ രീതിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ സങ്കടമാവുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കുട്ടികളെ നമ്മൾ
നല്ല കാര്യങ്ങൾ ചെയ്താലും അവരുടെ ലൈഫിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യണം. ഇനി 6ാമത്തെ പോയിന്റ് ആണ് ഷെയ്മിങ് ആൻഡ് ലേബലിംഗ്. അതായത് നമ്മളൊരു കുട്ടി, ആ കുട്ടീനെ നമ്മൾ എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇരട്ടപ്പേര് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് നമ്മൾ വിളിക്കുക. ബാക്കി ഇപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് നമ്മൾ അവരെ കളിയാക്കുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഒരു എക്സാമ്പിൾ എടുക്കുക. അപ്പൊ ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെങ്കിൽ നമ്മൾ കുള്ള അങ്ങനെയൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ കുള്ളത്തി ആ രീതിയിൽ വിളിക്കുക. പിന്നെ നമ്മൾ തന്നെ ഇങ്ങനെ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കിയുള്ളവരുടെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്ന സമയത്ത്, റിലേറ്റീവ്സ് ഒക്കെ ഇരിക്കുമ്പോൾ അവരുടെ മുന്നിലൊരു അറ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കുട്ടീനെ ഇങ്ങനെ ഓരോന്ന് പറയുക, കളിയാക്കുക, ആ രീതിയിൽ ലേബൽ ചെയ്ത് ഒരു പർട്ടിക്കുലർ പേരെടുത്ത് ലേബൽ ചെയ്തിട്ട് നമ്മൾ അവരെ കളിയാക്കിയൊക്കെ ചെയ്യുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ്. അതും ഒരു കുട്ടിയെ ഇമോഷണലി അബ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. 7ാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കൺട്രോൾ ചെയ്യുക. നമ്മൾ പാരൻസ് പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ കുട്ടികളെ അവരുടെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ നമ്മൾ ഒരു 1-2 തവണ കാണുമ്പോഴത്തേനും അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കുമ്പോഴത്തേനും ആയിരിക്കും നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സിനെ നമ്മളെക്കാൾ കൂടുതൽ അവർക്കാണ് കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ അവരെ പോയിട്ട് നിങ്ങൾ അവരോട് കൂട്ടുകൂടണ്ട, അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യണം, ആ രീതിയിലുള്ള കൺട്രോളിങ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലും അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നമ്മൾ അതിൽ പോയിട്ട് വല്ലാണ്ട് കൺട്രോൾ കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് തന്നെ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് പാരൻസ് കുട്ടികളോട് ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ചെയ്യുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതൊരു ലൂപ്പാണ്. അവരുടെ പാരൻസ് എന്താണോ അവരോട് ചെയ്തത് ആ സെയിം കാര്യമാണ് അവരുടെ മക്കളോടും ചെയ്യുള്ളൂ. അതിങ്ങനെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് കിട്ടിയ കാര്യങ്ങൾ അവരുടെ പാരൻസ് അവരെ കൺട്രോൾ ചെയ്തു, അവരുടെ ഡിസിഷൻസിലൊക്കെ കയറി ഇന്റർഫിയർ ചെയ്തു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ സെയിം കാര്യം തന്നെ ഇവർക്ക് ഇവരുടെ മക്കളോടും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ അതാണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. പിന്നെ 2ാമത്തെ പോയിന്റ് പറയുന്നത് ഈ ഒരു സൊസൈറ്റീനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു കൾച്ചറൽ പ്രഷർ, നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ആ ഒരു കൾച്ചർ ബ്രേക്ക് ആവുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, നമ്മളെക്കുറിച്ച് എന്ത് പറയും, ഈ ഒരു ഫിയർ ആണ് പലപ്പോഴും പാരന്റിങ്ങിൽ കുട്ടികളുടെ മേലുള്ള ആ ഒരു പ്രഷർ വരാനുള്ള പല രീതിയിലുള്ള കൺട്രോളും അവരുടെ ഒപ്പീനിയൻസിനെ റെസ്പെക്ട് ചെയ്യാണ്ടിരിക്കാനൊക്കെ ഉള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നല്ല, അവർക്ക് ഈ ഇമോഷൻസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ പാരന്റിങ്ങിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള അവയർനെസ് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് നമ്മുടെ കുട്ടികളിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പാരന്റിങ് ആണ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് ഇമ്പാക്റ്റുകളെ കുറിച്ചിട്ടാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ഇങ്ങനത്തെ കുട്ടികൾക്ക് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അതേപോലെ തന്നെ ഇവർക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇവർക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. അവർ ഓക്കെ അല്ല അല്ലെങ്കിൽ അവർ എന്ത് കാര്യം ചെയ്താലും റെഡി ആവില്ല എന്നൊരു ഫീൽ അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ ഇവർക്ക് ഫിയർ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവും. അവർക്കൊരു ഡിസിഷൻ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ. അതിപ്പോൾ പാരൻസിൻ്റെ തന്നെ ആവണമെന്നില്ല. ഒരു ഡിസിഷൻ സ്വന്തമായിട്ട് എടുക്കാനുള്ള ഒരു പേടി, അത് ശരിയാവില്ല എന്നുള്ളൊരു ഡൗട്ട് ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അടുത്തൊരു പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ പീപ്പിൾ പ്ലീസിങ് ബിഹേവിയർ ആണ്. ഈ പീപ്പിൾ പ്ലീസിങ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഇങ്ങനത്തെ ആളുകളിൽ മെയിനായിട്ട് കണ്ടുവരുന്നത് നോ പറയാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം അവർക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പോലും ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ചോദിക്കുകയാണ്, അപ്പം അത് ചെയ്തു തരുമോ അല്ലെങ്കിൽ ഇത് നമുക്ക് തരുമോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാൻ ഇവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവർ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. സൊസൈറ്റി ഇവരെ പറ്റി എന്ത് വിചാരിക്കും ആ ഒരു കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിരിക്കും. ചില കാര്യങ്ങൾ അവർക്ക് എസ് പറയാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ ഇവർക്ക് ആങ്സൈറ്റി, ഗിൽട്ട്, അതേപോലെ ഇന്നർ ചൈൽഡ് വോണ്ട് ഇതൊക്കെ ഉണ്ടാവും. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ അങ്ങനത്തെ ആ സാധനത്തിലാണ് അവർക്ക് ഉണ്ടാവുക. അതേപോലെ ഇന്നർ ചൈൽഡ് വോണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ട്രോമാസ് കാര്യങ്ങൾ അതൊക്കെ അവർ വലുതായി കഴിയുമ്പോൾ അവരുടെ ഫ്യൂച്ചറിലും അവരെ എഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഗിൽട്ട് എന്ന് പറയുന്നത് നമ്മൾ പാരൻസ് എന്തെങ്കിലും ഒരു കാര്യം, പാരൻസിൻ്റെ എന്തെങ്കിലും ഒരു നീഡ് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. നമ്മളിങ്ങനെ പറയും
ഞങ്ങൾ നിന്നെ ഇത്രയും വളർത്തിയിട്ടും നീ ഞങ്ങളോട് ഞങ്ങളിത് പറയുമ്പോൾ നീ അത് ചെയ്തു തരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ, ഇപ്പോൾ മാരേജിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കണമെന്ന് നമ്മളോട് വന്ന് പറയുന്ന സമയത്ത്, ഈ പാരൻസിനോട് വന്ന് പറയുന്ന സമയത്ത് പാരൻസ് പറയും ഞങ്ങൾ നിന്നെ എത്രയും നോക്കി വളർത്തിയിട്ടും നീ ഞങ്ങളോട് ഇങ്ങനെയാണല്ലോ ചെയ്തത്. അങ്ങനെ പറയുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഒരു ഗിൽറ്റ് ഉണ്ടാവും. നമ്മുടെ പാരൻസ് നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് നമ്മൾ അവരോട് എന്തോ തെറ്റ് ചെയ്തു എന്നുള്ളൊരു ഗിൽറ്റ് ഉണ്ടാവും. ആ ഒരു ഫീല് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്ന പല പാരൻസും ഉണ്ട്. എല്ലാവരും ആണെന്നല്ല പറയുന്നത്, ചില പാരൻസ് അതിനെ ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് കുട്ടികൾക്ക് മെയിനായിട്ടും ഗിൽറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉള്ളത്. നമ്മൾക്ക് ഉണ്ടാവുന്ന എല്ലാ മുറിവുകളും സ്ട്രേഞ്ചേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നോ നമ്മൾ പുതിയതായി മീറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നോ വരുന്നതല്ല. ചില മുറിവുകളൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. ഇതൊരു ലൂപ്പാണ് പാരന്റിങ്ങിന്റെ. അപ്പോൾ ഈ ലൂപ്പിനെ നമ്മൾ വേണം ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.